കോഴിക്കോട് വടകരയിൽ ബസ് ജീവനക്കാരുടെ സമയോചിത ഇടപെടലിൽ രക്ഷിച്ചത് പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ്. അബോധാവസ്ഥയിലായ കുഞ്ഞിനെ അതിവേഗത്തിൽ ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. വരുന്ന സമയത്താണ് ഒരമ്മയും കുഞ്ഞിനെയും കൊണ്ടു ഒരാണ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിർത്തി കൊടുത്ത്, ആ സ്റ്റോപ്പിൽ ആളുണ്ടായിരുന്നു, അവിടെ നിർത്തി കൊടുത്ത് അരവിദോഷ സ്റ്റോപ്പിന്റെ സൈഡിൽ തന്നെയുള്ള വീടാണ്. വണ്ടി കയറി വേക്കിൽ കയറി വന്നാൽ എന്നോട് കണ്ടക്ടർ പറഞ്ഞു, പിന്നെ കുട്ടിക്ക് സുഖമില്ല, ബോധമില്ല ചോദിച്ചേട്ടാ, ഇന്ന് വേഗം പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് വേറെ നിർത്തണ്ടാണ്. അങ്ങനെ വണ്ടിയുള്ള ആൾക്കാർ പറഞ്ഞു മോനെ നേരെ സാധാരണ. ഏറെ സന്തോഷകരമായ വാർത്തയാണ്, കാഴ്ചയാണ്. കാരണം അത്രയൊന്നും നന്മ വറ്റിപ്പോയിട്ടില്ല. വില്ലന്മാരായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ പല സംഭവങ്ങളുടെ പേരിൽ പറയപ്പെടുന്ന ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഇടയിൽ നന്മയുള്ള മനുഷ്യരുടെ വലിയ കൂട്ടമുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ സംഭവത്തെ കാണുക. ഈ വടകര പുതുപ്പണം ഭാഗത്ത് അരവിന്ദ് ഘോഷ് റോഡിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഒരു ആംബുലൻസിന് സമാനമായ രീതിയിൽ ഈ സ്വകാര്യ ബസ് വന്നത്. അതിലെ 2 ജീവനക്കാർ, ഡ്രൈവറും കണ്ടക്ടറും രൂപേഷും സുബീഷും ഉൾപ്പെടെ ആണ് ഈ വണ്ടി നിർത്തുകയും പല സ്വകാര്യ ബസ്സുകളും അതിൽ വണ്ടികളൊക്കെ പോയിട്ടും ഈ കുട്ടിയെ കൈകാട്ടി നിർത്തിയില്ല എന്ന് പോലും രക്ഷിതാക്കൾ പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ സ്വകാര്യ ബസ് വരുന്നത്. എന്തായാലും വലിയ നന്മയുള്ള, വലിയ ആഹ്ലാദം തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മാത്രമല്ല സ്വകാര്യ ബസ്സുകളുടെ വലിയ പ്രശ്നങ്ങൾ, തിന്മകൾ ഒക്കെ വലിയ ചർച്ചയാവുന്ന കാലത്ത് ഇത്തരം നന്മകളും കൂടെ ചർച്ചയാവുന്നു. അത്തരം മനുഷ്യർ കൂടെ ഇവരുടെ ഇടയിലുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മറിച്ച് ഇത്തരം ആളുകളും ഇവരുടെ ഇടയിൽ തൊഴിലെടുക്കുന്നുണ്ട് എന്നുകൂടി പറയുന്ന വലിയ നന്മയുടെ ഒരു സംഭവമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്.